ഹായ് സ്റ്റുഡൻസ്. സോ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പോയിൻറ്റേഴ്സ് ആണ്. അതായത് പോയിൻറ്റേഴ്സിൻ്റെ ബേസിക് കൺസെപ്റ്റാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നത്. ഇനി ആദ്യം തന്നെ പറയാണ്, സിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പോയിൻറ്റേഴ്സ്. മാത്രമല്ല കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ടോപ്പിക്കാണ് പോയിൻറ്റേഴ്സ്. അപ്പം ബേസിക് കൺസെപ്റ്റ്സ് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ പോർഷൻസ് മനസ്സിലാവും. സോ അപ്പോൾ ഈ വീഡിയോ കറക്റ്റായിട്ട് നിങ്ങൾ കണ്ട് നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തന്നെ പോകണം. ഓക്കെ, സോ കമ്മിങ് ടു ദ ഇൻട്രൊഡക്ഷൻ സെക്ഷൻ. പോയിൻറ്റേഴ്സ് ആർ വേരിയബിൾസ് ദാറ്റ് സ്റ്റോർസ് ദ അഡ്രസ് ഓഫ് അനദർ വേരിയബിൾസ്. ഓക്കെ, വേറെ വേരിയബിൾസിൻ്റെ നമ്മൾ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്ന വേറെ വേരിയബിൾസിൻ്റെ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേരിയബിൾ ടൈപ്പാണ് പോയിൻറ്റർ. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു കൺസെപ്റ്റ് എന്തുവെന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. സോ ഇവിടെ ഒരു എക്സാമ്പിൾ എസ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്. ഓക്കെ, അപ്പം ഈ എസ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇൻറ്റ് എസ് എന്ന് പറയുന്നത് നമ്മൾ പ്രോഗ്രാമിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി നടക്കുന്ന ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്സിന് എസ് എന്ന പേരിൽ മെമ്മറിയിൽ സ്പേസ് റിസർവ് ചെയ്യുകയാണ് നടക്കുന്നത്. ഓക്കെ, എസ് ഒരു ഇൻറ്റിജർ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ എസ്സിന് 2 ബൈറ്റ് മെമ്മറിയിൽ റിസർവ് ആവും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ കൊടുത്തേക്കുന്നത്? എസ് ഇസ് ഈക്വൽ ടു 20. അപ്പോൾ എന്താ നടക്കുന്നത്? എസ് എന്ന് ഡിക്ലെയർ ചെയ്തേക്കുന്ന ആ സ്പേസിൽ 20 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ആവും. ഓക്കെ, ഇത് രണ്ടും നമ്മൾ പ്രോഗ്രാമിനകത്ത് കൊടുക്കുന്ന സ്റ്റെപ്പുകളാണ്. ഇനി മെമ്മറിക്കകത്തപ്പോൾ എന്താ നടക്കുന്നത്? എസ്സിന് സ്പേസ് മെമ്മറിയിൽ റിസർവ് ആവും, ആ സ്പേസിൽ വാല്യൂ അസൈൻ ആവും. ഓക്കെ, ഇനി മെമ്മറിയുടെ കൺസെപ്റ്റ് പറയുവാണെങ്കിൽ മെമ്മറിയിൽ ഓരോ സ്പേസസിനും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടൊരു നമ്പറുണ്ട്. ആ നമ്പറിനെ പറയുന്ന പേരാണ് അഡ്രസ്. സോ നമ്മൾ എസ് എന്ന് പറയുന്ന ആ വേരിയബിളിന് സ്പേസ് റിസർവ് ചെയ്ത് വെക്കുമ്പം ആ സ്പേസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊരു നമ്പറുണ്ട്. ആ നമ്പറിനെയാണ് ആക്ച്വലി അഡ്രസ്സ് എന്ന് പറയുന്നത്, മെമ്മറി അഡ്രസ്സ്. ഇവിടെ ഇപ്പം എക്സാമ്പിൾ അത് 8200 ആയിട്ട് ഞാൻ എടുത്തെങ്കിൽ ഈ വാല്യൂ, ഈ അഡ്രസ്സ് അല്ലെങ്കിൽ ഈ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിക്കകത്ത് യൂസ് ചെയ്യുന്ന വേരിയബിൾസാണ്, അല്ലെങ്കിൽ ഈ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇതിനകത്തുള്ള അഡ്രസ്സിനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പിന്നെ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേരിയബിൾസാണ് പോയിൻറ്റേഴ്സ്. ഓക്കെ, സോ പോയിൻറ്റർ സ്റ്റോർസ് ദ അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. ഞാൻ പി എസ് എന്ന് പറയുന്നൊരു പോയിൻറ്റർ ഞാൻ കൊടുത്തു. ആ പോയിൻറ്റർ എസ്സിനെ പോയിൻ്റ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എസിനകത്തുള്ള വാല്യൂ 8200 ആയിരിക്കും. പി എസിനകത്ത് എന്താണ് 8200 ആയിരിക്കും വാല്യൂ ഉണ്ടാവുന്നത്. ഓക്കെ, സോ പി എസ് വി ക്യാൻ സേ പി എസ് പോയിൻറ്റ്സ് ടു എസ്. അപ്പം സിംപ്ലി എ പോയിൻറ്റർ ഈസ് എ വേരിയബിൾ ദാറ്റ് സ്റ്റോർസ് ദ അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. വേറെ വേരിയബിൾസിൻ്റെ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്ന വേരിയബിൾസിൻ്റെ അഡ്രസ്സ്, അതായത് അഡ്രസ്സ് എന്ന് വെച്ചാൽ മെമ്മറി അഡ്രസ്സ്, അത് മെമ്മറിയിൽ എവിടെയാണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ ആ ലൊക്കേഷൻ്റെ നമ്പറിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേരിയബിളാണ് പോയിൻറ്റേഴ്സ്. ഇനി പോയിൻറ്റേഴ്സിനകത്തിരിക്കുന്ന വേരിയബിൾസ് എന്ന് വെച്ചാൽ ഏത് ടൈപ്പ് വേണമെങ്കിലും ആവാം. ഇൻറ്റിജർ ടൈപ്പ് ആവാം, ക്യാരക്ടർ ടൈപ്പ് ആവാം, അറേ ആവാം, ഫങ്ഷൻ ആവാം, അല്ലെങ്കിൽ വേറെ പോയിൻറ്റേഴ്സ് ആവാം. അതാണ് അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ദിസ് വേരിയബിൾസ് ക്യാൻ ബി ഓഫ് ടൈപ്പ് ഇൻറ്റ്, ക്യാരക്ടർ, അറേ, ഫങ്ഷൻ ഓർ എനി അതർ പോയിൻറ്റർ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ കണക്ക് തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇൻറ്റ് എൻ ഈക്വൽ ടു 10. ഇൻറ്റ് എൻ എന്ന് പറഞ്ഞാൽ എന്നിന് ഇൻറ്റിജർ വേരിയബിളായിട്ട് ഡിക്ലെയർ ചെയ്തേക്കുന്നു. സോ മെമ്മറിയിൽ എൻ എന്നുള്ള പേരിൽ 2 ബൈറ്റ് റിസർവ് ആവും. n is equal to 10 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ, ആ 2 ബൈറ്റിൽ 10 അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കൊടുത്തേക്കുന്നത് ഇൻറ്റ് സ്റ്റാർ പി ഈക്വൽ ടു ആംപർസെൻറ്റ് ഓഫ് n. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തേക്കുകയാണ്, പി എന്ന് പറയുന്ന വേരിയബിൾ. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളൊരു വേരിയബിളിൻ്റെ ഫ്രണ്ടിൽ സ്റ്റാർ എന്ന് പറയുന്ന സിമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഓർഡിനറി വേരിയബിൾ അല്ല, പകരം അതൊരു പോയിൻറ്റർ വേരിയബിളാണ്. ഒരു വേരിയബിളിൻ്റെ ഫ്രണ്ട് ഡിക്ലറേഷൻ്റെ ടൈമിൽ സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു ഓർഡിനറി വേരിയബിൾ അല്ല, അതൊരു പോയിൻറ്റർ വേരിയബിളാണ്. ആ വേരിയബിളിനകത്തിരിക്കുന്ന എന്തായിരിക്കും? ഒരു അഡ്രസ്സ് ആയിരിക്കും.
ആ വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന എന്താണ്, അല്ലെങ്കിൽ ആ വേരിയബിളിന് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന എന്താണ്, ഒരു അഡ്രസ് വാല്യൂ ആയിരിക്കും അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. സോ ഇൻറ്റ് സ്റ്റാർ പി, ഈ ഓപ്പറേറ്ററിനെയാണ് നമ്മൾ പോയിൻ്റർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്, ഈ സ്റ്റാറിനെ. ഓർ ഇറ്റ് ഈസ് കോൾഡ് ആസ്ട്രിക് സിമ്പൽ. സ്റ്റാർ അല്ലെങ്കിൽ ആസ്ട്രിക് സിമ്പൽ എന്നാണ് നമ്മൾ ഈ ഒരു ഓപ്പറേഷനെ പറയുന്നത്. ഓക്കെ, ഇൻറ്റ് സ്റ്റാർ പി ഈക്വൽ ടു ആംപർസെൻഡ് ഓഫ് എൻ. ഇനി ഇവിടെ നമ്മൾ എന്താ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്, ആംപർസെൻഡ് ഓഫ് എൻ. അപ്പം നമ്മൾ ആംപർസെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കാനഫ് എന്ന് പറയുന്നത് ഇതിന് മുന്നേ നമ്മൾ സി പഠിച്ച സമയത്ത്, സി സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത് നമ്മൾ സ്കാനഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ പഠിച്ചായിരുന്നു. ഒരു വേരിയബിളിനകത്തോട്ട് വാല്യൂവിനെ റീഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ സ്കാനഫ്. അപ്പം കീബോർഡ് വഴി റീഡ് ചെയ്ത് വെക്കാനുള്ള ഫംഗ്ഷൻ സ്കാനഫ്. അപ്പോൾ സ്കാനഫ് ഡബിൾ കോട്ട്സിനകത്ത് നമ്മൾ എന്താ ഫോർമാറ്റ് സ്പെസിഫയർ കോമ അഡ്രസ് ഓഫ് ആർഗ്യുമെൻറ്റ്സ് ആണ് കൊടുക്കുന്നത്. അവിടെ നമ്മൾ അഡ്രസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തേക്കുന്ന സിമ്പിൾ ആംപർസെൻ്റ് ആണ്. സോ എവിടെ ആംപർസെൻ്റ് കാണുന്നു അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആംപർസെൻ്റ് ഓപ്പറേറ്റർ തരുന്നത് എന്താണ്, അഡ്രസ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻറ്റ് സ്റ്റാർ പി ഈക്വൽ ടു ആംപർസെൻഡ് ഓഫ് എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, പിക്കകത്തിരിക്കുന്നത് എന്നിൻ്റെ അഡ്രസ്സാണ്. ഓക്കെ, അപ്പോൾ ആദ്യം പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ആ വേരിയബിളിൻ്റെ ഫ്രണ്ടിൽ സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഓർഡിനറി വേരിയബിൾ അല്ല, പകരം എന്താണ്, അതൊരു പോയിൻ്റർ വേരിയബിളാണ്. അതിനകത്ത് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് ഒരു അഡ്രസ്സ് ആയിരിക്കും. വേറൊരു വേരിയബിളിൻ്റെ അഡ്രസ്സിന് നമുക്ക് അതിനകത്തോട്ട് അസൈൻ ചെയ്ത് കൊടുക്കാം. സോ അതാണ് ഇവിടെ പറയുന്നത്. പി എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ ടൈപ്പ് പോയിൻ്റർ ആൻഡ് ഇറ്റ് ഈസ് പോയിൻറ്റിങ് ടു അഡ്രസ് ഓഫ് വേരിയബിൾ എൻ. ആ എന്നിൻ്റെ ടൈപ്പ് എന്താ, ഇൻറ്റിജർ ടൈപ്പ് ആയിട്ടുള്ള എൻ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സിനെ പോയിൻ്റ് ചെയ്തിരിക്കുന്ന പോയിൻ്ററാണ് പി. ഓക്കെ, സോ ഇതാണ് ബേസിക് ഐഡിയ. പോയിൻറ്റേഴ്സ് ആർ വേരിയബിൾസ് ദാറ്റ് സ്റ്റോർസ് ദ അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് പോർഷൻ എന്ന് വെച്ചാൽ ഡിക്ലെയറിങ് എ പോയിൻ്റർ. എങ്ങനെയാണ് ഒരു പോയിൻ്ററിനെ ഡിക്ലെയർ ചെയ്യുന്നത്? സാധാ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് കണക്ക് തന്നെ നമ്മൾ പോയിൻറ്റേഴ്സിനെയും ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, ഇനി പോയിൻറ്റേഴ്സിനെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് സ്റ്റാർ ഓപ്പറേറ്റർ, അല്ലെങ്കിൽ ആസ്ട്രിക് സിമ്പൽ എന്ന് പറയും. അതാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ആസ്ട്രിക് സിമ്പൽ. ഓക്കെ, ഈ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻഡയറക്ഷൻ പോയിൻ്റർ. അതായത് അതിനെ ഇൻഡയറക്ഷൻ പോയിൻ്റർ എന്ന് വിളിക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഇൻഡയറക്ട്ലി പോയിൻറ്റിങ് ടു എ വാല്യൂ. ഒരു വാല്യൂവിനെ പോയിൻറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ നമ്മൾ സ്റ്റാർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇൻഡയറക്ട്ലി, അതായത് ആ സ്റ്റാർ ഓപ്പറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ വാല്യൂ കറസ്പോണ്ടിങ് ടു ദാറ്റ് ലൊക്കേഷൻ. അതുകൊണ്ടാണ് ഇൻഡയറക്ഷൻ പോയിൻറ്റേഴ്സ് എന്നും കൂടെ പറഞ്ഞിരുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരു പോയിൻറ്ററിനെ നമ്മൾ പ്രോഗ്രാമിനകത്ത് ഡിക്ലെയർ ചെയ്യുന്നതെന്നുള്ളത് പറയാൻ പോകുന്നത്. അതിൻ്റെ സിൻറ്റാക്സ് ആണ് ഡേറ്റ ടൈപ്പ് സ്റ്റാർ പോയിൻ്റർ വേരിയബിൾ. ഓക്കെ, സോ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഡേറ്റ ടൈപ്പ് സ്റ്റാർ പോയിൻ്റർ വേരിയബിൾ. എക്സാമ്പിൾ നമ്മളിവിടെ കൊടുത്ത ഇൻറ്റ് എസ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു. ആ എസിൻ്റെ പോയിൻ്ററായിട്ട് നമ്മൾ പി എസ് എടുത്തു. സോ വി ക്യാൻ സേ ഇൻറ്റ് സ്റ്റാർ പി എസ്. ഇനി നമുക്ക് ഈ സിൻറ്റാക്സ് ഓരോന്നും നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്, സാധാരണ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇൻറ്റ് എ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുമ്പോൾ എന്താ അതിൻ്റെ മീനിങ്, എയുടെ ടൈപ്പാണ് ഇൻറ്റിജർ ടൈപ്പ്. പക്ഷേ ഒരു പോയിൻറ്ററിൻ്റെ കേസിൽ ഈ ഡേറ്റ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിൻറ്ററിൻ്റെ ടൈപ്പ് അല്ല, പകരം പോയിൻ്റർ പോയിൻ്റ് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ, ആ ലൊക്കേഷനകത്തുള്ള ഡേറ്റ, അതിൻ്റെ ടൈപ്പാണ് ഈ ഇവിടെ നമ്മൾ കൊടുക്കേണ്ട ഡേറ്റ ടൈപ്പ്. എക്സാമ്പിൾ പി എസ് ഇനി നമ്മൾ ഇൻറ്റ് സ്റ്റാർ പി എസ് എന്ന് പറഞ്ഞ് കൊടുത്തു. അത് പി എസിൻ്റെ ടൈപ്പ് അല്ല, പകരം പി എസ് എന്ന് പറഞ്ഞ് ആ വേരിയബിൾ പോയിൻ്റ് ചെയ്തേക്കുന്ന എങ്ങോട്ടേക്കാണ് 8200, അവിടുത്തെ വാല്യൂ ഏതാ 20. അതെന്ത് ടൈപ്പാണ്, അതൊരു ഇൻറ്റിജർ ടൈപ്പാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇൻറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തത്. ഇഫ് എസ്സിനത് സ്റ്റോർ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ക്യാർ എന്ന് പറഞ്ഞ് കൊടുത്തേനെ. സോ we can say data type means type of the data stored in that pointer. ആ ഒരു പോയിൻ്റർ ലൊക്കേഷനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റയുടെ ടൈപ്പ്, ആ ടൈപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഡേറ്റ ടൈപ്പ്. ദെൻ സ്റ്റാർ വിച്ച് ഇസ് കോൾഡ് ദ ആസ്ട്രിക് സിമ്പൽ. ദെൻ പോയിൻ്റർ വേരിയബിൾ നെയിം വിച്ച് ഇസ് ആൻ ഐഡൻറ്റിഫയർ. ഓക്കെ, സോ
This is how pointers are declared. Data type star variable name. Data type എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? Type of that variable stored in that particular address. ഓക്കെ, സോ ഇൻറ്റ് സ്റ്റാർ എന്ന് പറഞ്ഞു കൊടുത്താൽ എയുടെ എന്താ അഡ്രസ്, എയുടെ ഡേറ്റ ടൈപ്പ് അല്ല ഇൻറ്റ്, പകരം എന്താണ് എ എന്ന് പറയുന്ന ആ പോയിന്റിന് സ്റ്റോർ ചെയ്തിരിക്കുന്ന ലൊക്കേഷനിലെ വാല്യൂ അത് ഒരു ഇൻഡിജർ ടൈപ്പ് ആയിരിക്കും. ഇഫ് ഇറ്റ് ഈസ് ക്യാരക്ടർ we have to denote that data type as char. Okay, so അടുത്ത example. So these are examples. So അപ്പോൾ നമ്മൾ കൊടുക്കുകയാണ് ഇൻറ്റ് എസ് എന്ന് പറയുന്നത് നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത്. സിമിലർലി വി ആർ ഡിക്ലെയറിങ് എ പോയിൻ്റ് ആസ് ഇൻറ്റ് സ്റ്റാർ പി എസ്. അപ്പോൾ രണ്ട് മെമ്മറി സ്പേസുകൾ റിസർവ് ആയിട്ടുണ്ട്. ഇൻറ്റ് എസ്സിന് വേണ്ടിയിട്ട് ഒരു മെമ്മറി സ്പേസ്, പി എസിന് വേണ്ടിയിട്ട് ഒരു മെമ്മറി സ്പേസ്. ഇനി എസ്സിനകത്ത് എന്താണ് വാല്യൂ ഉള്ളത്? 963 എന്ന് പറഞ്ഞ വാല്യൂ വരും. പി എസിനകത്ത് എന്താണുള്ളത്? അഡ്രസ് ഓഫ് എസ് വേണ്ടേ എന്താണ്? 8487. സോ അതെന്ന് പറഞ്ഞാൽ എന്താ? മെമ്മറിയിൽ വേറൊരു സ്പേസാണ്. ആ സ്പേസിനും ഒരു അഡ്രസ്സ് ഉണ്ട്, വിച്ച് ഈസ് കോൾഡ് അഡ്രസ് ഓഫ് പി എസ്, പി എസിൻ്റെ അഡ്രസ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ? രണ്ട് സ്പേസസ് മെമ്മറി റിസർവ് ചെയ്യുന്നു. എസ്സിനകത്ത് ഒരു വാല്യൂ വന്നു, പി എസിനകത്ത് എന്താണ്? എസ്സിൻ്റെ അഡ്രസ്സ് വന്നു. അപ്പം ഈ പി എസ് എന്ന് പറഞ്ഞാൽ മെമ്മറിക്കകത്തുള്ളൊരു സ്പേസാണ്, അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഒരു നമ്പറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഒരു പ്രോഗ്രാം നോക്കുകയാണ്, ഇതെല്ലാം കൂടെ വെച്ചിട്ടുള്ളൊരു പ്രോഗ്രാം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഹെഡർ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്തു, ദെൻ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു. ഇൻറ്റ് n = 10 എന്ന് പറഞ്ഞ് നമ്മൾ ഡിക്ലെയർ ചെയ്തു. n ഒരു ഇൻറ്റിജർ ടൈപ്പായിട്ട് ഡിക്ലെയർ ചെയ്തു. ദെൻ നമ്മൾ ഒരു പോയിൻ്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ഇൻറ്റ് സ്റ്റാർ പി എ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? പിക്ക് നമ്മൾ എന്നിൻ്റെ അഡ്രസ്സ് അസൈൻ ചെയ്ത് കൊടുത്തു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണ്? അഡ്രസ് ഓഫ് n പ്രിൻറ്റ് ചെയ്യിപ്പിച്ചു. അഡ്രസ് ഓഫ് n = ആമ്പർസെൻഡ് ഓഫ് n. ഓക്കെ, എന്നിൻ്റെ അഡ്രസ്സ് പ്രിൻറ്റ് ചെയ്യിപ്പിച്ചു. ദെൻ വാല്യൂ ഓഫ് n = n. അപ്പോൾ എന്താ? 10 പ്രിൻറ്റ് ചെയ്ത് കിട്ടും. സോ അഡ്രസ് ഓഫ് n എന്ന് പറഞ്ഞ് കിട്ടുമ്പോൾ നമുക്ക് 526976 എന്ന് പറയുന്നൊരു വാല്യൂ കിട്ടും. ദെൻ വാല്യൂ ഓഫ് n എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴേക്കും നമുക്ക് 10 കിട്ടും. ദെൻ അഡ്രസ് ഓഫ് p എന്ന് പറയുമ്പോൾ എന്താണ്? വേറൊരു വാല്യൂ ആണ്, 6487616. അതാ പറഞ്ഞത്, ഇത് രണ്ടും എൻറ്റേർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് മെമ്മറി ലൊക്കേഷൻസ് ആണ്. പക്ഷെ പിക്കകത്തിരിക്കുന്ന എന്താണ്? എന്നിൻ്റെ അഡ്രസ്സാണ്. ഓക്കെ, ദെൻ സോ വി ക്യാൻ സേ, നമ്മളിപ്പോൾ പറഞ്ഞിട്ട് ഇത്രയും കൺക്ലൂഷനാണ്. ഇങ്ങനെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എസ് വിൽ റെപ്രസെൻറ്റ് ദ വേരിയബിൾ നെയിം, 963 വിൽ റെപ്രസെൻറ്റ്സ് ദ വാല്യൂ അറ്റ് ദ ലൊക്കേഷൻ ആൻഡ് 8487 is the location name. അപ്പം പോയിൻ്റർ എന്താ ചെയ്യുന്നത്? ഈ ലൊക്കേഷൻ നെയിമിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേരിയബിളാണ് പോയിൻ്റർ. സോ പി എസ് എന്ന് പറയുന്നത് എന്താണ്? ഈ പോയിൻറ്റ്സ് ടു എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പി എസിനകത്തിരിക്കുന്ന വാല്യൂ എന്തായിരിക്കും? 8487. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോക്കകത്ത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, പറഞ്ഞുതരാം. താങ്ക് യു.